പഴയന്നൂർ മനോഹരി കോംപ്ലക്സിലെ സിസ്റ്റം അക്കാദമിയിൽ അഡ്മിഷൻ തുടരുന്നു. 5 മുതൽ +2 വരെ എല്ലാ വിഷയങ്ങളിലും മികച്ച ട്യൂഷൻ സൗകര്യം. +1, +2 വിഭാഗങ്ങളിൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് ബാച്ചുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. +2 പരാജയപ്പെട്ടവർക്ക് വർഷം നഷ്ടപ്പെടുത്താതെ വെറും 3 വിഷയങ്ങൾ മാത്രം എഴുതി പാസ്സാകാനുള്ള സുവർണാവസരം. 6 മാസത്തിനുള്ളിൽ +2 നേടിയെടുക്കാം. കൂടാതെ NIOS, മോണ്ടിസോറി, വിവിധ ഡിഗ്രി കോഴ്സുകൾ എന്നിവയ്ക്കും പ്രവേശനം ലഭ്യമാണ്. സീറ്റുകൾ പരിമിതമായതിനാൽ ഉടൻ തന്നെ 7012664326 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തമിഴ്നാട്ടിലുള്ള തരംഗം കേരളത്തിലേക്കും പടർന്നു. പാലക്കാടിനും വയനാടിനും പിന്നാലെ തൃശൂരിലും TVK ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമായി മാറിയ നടൻ വിജയ്യുടെ തമിഴക വെട്രി കഴകം കേരളത്തിലും പ്രവർത്തനം സജീവമാക്കുന്നു. വയനാടിനും പാലക്കാടിനും പിന്നാലെ തൃശൂരിലും പാർട്ടിയുടെ ജില്ലാ ഘടകം രൂപീകരിച്ച ആദ്യ ഔദ്യോഗിക യോഗം ചേർന്നു. ജില്ലയിലെ ഒട്ടേറെ വിജയ് ആരാധകരെ അണിനിരത്തിയാണ് യോഗം സംഘടിപ്പിച്ചത്. വിജയ് ഫാൻസ് അസോസിയേഷന് കീഴിലുള്ള അംഗങ്ങളെയാണ് ആദ്യഘട്ടത്തിൽ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ വാർഡ് തലത്തിൽ ശക്തമായ കമ്മിറ്റികൾ രൂപീകരിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് കേരളത്തിൽ TVKയുടെ ലക്ഷ്യം. പാർട്ടിയുടെ വരവിനെ പുച്ഛിച്ച് തള്ളിയവർക്കുള്ള ശക്തമായ മറുപടിയാണ് തൃശൂരിലെ ജനപങ്കാളിത്തമെന്ന് സംഘാടകർ വ്യക്തമാക്കി. വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ കൂടുതൽ ജനവിഭാഗങ്ങളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. തൃശൂരിന് പിന്നാലെ കേരളത്തിലെ മറ്റ് ജില്ലകളിലേക്കും സംഘടന ഉടൻ വ്യാപിപ്പിക്കും. ചെന്നൈ കേന്ദ്രീകരിച്ചായിരിക്കും കേരളത്തിലെ TVK പ്രവർത്തനങ്ങളുടെ ഏകോപനം നടക്കുക. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോൾ അതൊന്നുമല്ല, നമ്മളിവിടെ നിന്ന് മദ്രാസിലേക്ക് പോകുമ്പോൾ, കാരണം ദളപതിയുടെ ഓഫീസ് പനയൂരാണുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ ജനറൽ സെക്രട്ടറി N ആനന്ദ് എന്ന് പറയുന്ന ഒരു ആളുണ്ട്. പുള്ളിയുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ വന്നിട്ടുള്ളവർക്കൊക്കെ ആയിട്ടുള്ള താല്പര്യമുള്ള TVK എന്ന പാർട്ടിയോട് താല്പര്യമുള്ള ആളുകളുടെ മെമ്പർഷിപ്പ് കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് അണ്ണനെ സ്നേഹിക്കുന്ന, ഇവിടെ വന്നു ചേർന്നിട്ടുള്ള, അണ്ണൻ്റെ സിനിമയെ മാത്രമല്ല അണ്ണൻ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടമാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എത്ര പേര്. ന്യൂസ് ഡെസ്ക് CCV.